ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേനും പാത്തുവിനെ ഞങ്ങൾ സ്കൂളിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോണേ കേട്ടോ. അപ്പോൾ പ്ലേ സ്കൂളിലാണ് പാത്തുവിനെ ആക്കിയത്. അതിനുള്ള വയസ്സായിട്ടുള്ളൂ, 3 വയസ്സ്. 4 വയസ്സാകുമ്പോഴത്തേക്കിനുമാണ് LKG മുതൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ അത് കാരണം പ്ലേ സ്കൂളിലാണ് നമ്മൾ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാത്തുവിന് യൂണിഫോം ഇല്ല, കളർ ഡ്രസ്സാണ്. അപ്പോൾ കുറച്ച് കളർ ഡ്രസ്സും മേടിക്കണം, പിന്നെ അവൾക്ക് ബാഗ്, വാട്ടർ ബോട്ടിൽ അതൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ട്രെൻഡ്സിലേക്കാണ് വന്നത്. ട്രെൻഡ്സിൽ വരുമ്പോഴത്തേക്കിനും നമുക്ക് യൂഷ്വലി കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ബനിയനും ട്രൗസർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അത് കരുതിയിട്ടാണ് പോയത്. അപ്പോൾ ചെന്ന പാടെ എനിക്കിഷ്ടപ്പെട്ട കുറേ ഡ്രസ്സുകൾ കയ്യിലെടുത്ത് വെച്ചിട്ട് അതിനകത്ത് നിന്ന് പിക്ക് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അതിനകത്ത് ഒരു വൈറ്റ് കളറിൽ എംബ്രോയ്ഡറി ചെയ്യുന്ന ടൈപ്പ് ഒരു ഡ്രസ്സാട്ടോ. പക്ഷെ അത് ഇട്ട് നോക്കിയപ്പോൾ പാത്തുവിന് എത്ര ചേർച്ചയുണ്ടായില്ല, അത് എടുത്തില്ല. പിന്നെ ഞാൻ എടുത്തത് ഈ ഒരു ഡ്രസ്സാണ്, ഇന്നർ വന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് പാത്തുവിന് നല്ല ചേർച്ചയുണ്ടായിരുന്നു. പിന്നെ ഒരു പാൻറ് എടുക്കണമായിരുന്നു, ഒരു മഞ്ഞ കളറിൽ. അതിനൊക്കെ 129 രൂപ, 199 രൂപ ആ ഒരു റേറ്റൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം ആ ഒരു റേറ്റിൽ വന്നതിനകത്ത് നിന്ന് ഒരു 3-4 ബനിയനും ഒരു 2 പാൻറ് എടുത്തു. പിന്നെ നമ്മുടെ 800-600-ൻ്റെ ഒരു 2 ഡ്രസ്സ് വേറെയും സെപ്പറേറ്റ് എടുത്തായിരുന്നു. പാത്തുവിന് ജീൻസ് മറ്റേ സ്കിൻ ഫിറ്റ് മാത്രമേ ഉള്ളൂ, നമ്മുടെ ബാഗി ടൈപ്പ് ഒന്നുമില്ല. അപ്പോൾ അത് തന്നെ ഞാൻ ആ ഒരു ബാഗി ടൈപ്പ് പാൻറ് എടുത്തു. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ട്രൗസർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു മോള് ഇത് ഇടുമോ? അപ്പോൾ എനിക്കിത് വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവെക്കണതാട്ടോ. അപ്പോൾ അവളുടെയും കൂടെ ഇഷ്ടം ചോദിച്ചിട്ടാണ് ഇപ്പോൾ സാധനങ്ങൾ എടുക്കണത്. കാരണം വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മളത് ഇട്ട് കൊടുക്കാമെന്ന് കരുതുമ്പോൾ പുള്ളിക്കാരി അത് ഇടൂല. അത് കാരണം എടുക്കുമ്പോൾ തന്നെ ഞാൻ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചിട്ടാട്ടോ എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് മേടിച്ച സാധനം വീട്ടിൽ കൊണ്ടുപോയി ചുമ്മാ വെക്കത്തേ ഉള്ളൂ. അപ്പം എനിക്ക് അവിടെ ഇരുന്നൊരു വൈറ്റ് കളറുള്ള ടീഷർട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ഇതിന് നല്ലതുപോലെ അത് ചേരും, മോനിക്ക് അത് എടുക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നാൽ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു പുള്ളിക്കാരി പോയി എടുത്തുകൊണ്ട് വന്നു കേട്ടോ. എടുത്തുകൊണ്ട് വന്നിട്ട് വെച്ച് നോക്കിയിട്ടും പുള്ളിക്കാരിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ പറഞ്ഞു, ഇല്ല ഞാൻ ഇടൂല, എനിക്കിത് വേണ്ടാന്ന് തന്നെ വാശി പിടിച്ചാണ്. പിന്നെ ഞാനത് എടുത്തില്ല. പാത്തുവിന് കൂടുതലും പാൻറ്റിനോടാട്ടോ താല്പര്യം. ഇങ്ങനത്തെ ട്രൗസർ അങ്ങനത്തെ സാധനങ്ങളോട് വലിയ താല്പര്യമില്ല. അതുതന്നെ മെയിൻ റീസൺ. സംഭവം ട്രെൻഡ്സിൽ കുഞ്ഞിൻ്റെ, അതായത് 2 to 3 ഇയറിൻ്റെത് വലിയ കളക്ഷനൊന്നും കൂത്താട്ടുള്ളത്തെ ട്രെൻഡ്സിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉള്ളത് കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒക്കെ ആയിരുന്നു ഉള്ളത്. അത് കാരണം സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേപോലെ എടുക്കാൻ ചെന്നിട്ട് ഒന്നുമില്ലാഞ്ഞിട്ട് ഇറങ്ങിപ്പോരായിരുന്നു. പക്ഷെ ഇത്തവണ എന്തായാലും ഉണ്ട്. പിന്നെ അവൾക്ക് ഏകദേശം ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പതുക്കെ എൻ്റെ ഡ്രസ്സിലോട്ട് പോയി. അത് ഈ വാഴ നനയുമ്പം ചീരയും കൂടെ നനയുന്നത് അതൊരു നടപ്പാണല്ലോ. അപ്പോൾ അത് കാരണം എനിക്കും കൂടെ ഡ്രസ്സ് നോക്കാമല്ലോ എന്ന് കരുതിയിട്ട് ജസ്റ്റ് ഞാൻ നോക്കി. അപ്പോൾ എനിക്ക് ജീൻസിന് ഇടാൻ പറ്റുന്നതും സ്കേർട്ടിന് ഇടാൻ പറ്റുന്നതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സ് ഒന്ന് നോക്കാമെന്ന് കരുതിയത്. കാരണം സമയം ഉണ്ടായിരുന്നു. ഇക്കാക്ക കാറ് വാഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുമായിരുന്നു. അപ്പോൾ അത് കിട്ടണം. അപ്പോൾ അത് കിട്ടിയാലേ ഞങ്ങൾക്കിന് ബാഗൊക്കെ മേടിക്കാൻ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇക്കാക്ക എന്നെ വരെ വെയിറ്റ് ചെയ്യാം എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ നോക്കി. അതിനകത്ത് 1-2 എണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ജസ്റ്റ് വെച്ചൊക്കെ ഒന്ന് നോക്കി, അതായത് ചേരുന്നുണ്ടോ ഇല്ലയോ. പിന്നെ മുകളിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ട്രെൻഡ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ മിറർ ഫോട്ടോ എന്ന് പറയുന്നൊരു സംഭവം ഒരു പ്രഹസനമാണല്ലോ. ചുമ്മാ ഞാനും പാത്തും കൂടെ ഒരു ഫോട്ടോ 2-3 എടുക്കാമെന്നൊക്കെ കരുതി അങ്ങനെ ഫോട്ടോ എടുത്തു. പിന്നെ അത് മാത്രമല്ല, ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് കരുതി. ട്രൈ ചെയ്യാനായിട്ട് പറ്റില്ല, പാത്തൂനെ കൊണ്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റില്ല. പിന്നെ ജസ്റ്റ് ഞാൻ ഷോൾഡർ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി. ഒരു 2-3 ഡ്രസ്സുകൾ ട്രെൻഡ്സിൽ നിന്നുകൊണ്ട് തന്നെ നോക്കി. ഈ ലേഡീസ് ഐറ്റംസ്, അതായത് ലേഡീസിന് പറ്റുന്ന രീതിക്കുള്ള ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ കുഞ്ഞുങ്ങൾക്ക്, കൂത്താട്ടുകുളത്തെ ട്രെൻഡ്സിൻ്റെ കാര്യമാണ്, കുഞ്ഞുങ്ങൾക്ക് പക്ഷെ കുറച്ച് ഡിസൈൻസിലുള്ളതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചു. അവർ കവർ വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കവർ വേണ്ട, കാരണം കവർ മേടിച്ച് കഴിഞ്ഞാൽ അതിനും പൈസ കൊടുക്കണം. ഈ പൈസ കൊടുക്കാത്തതുകൊണ്ടല്ല, കാറ് അത് ഓൾറെഡി നമുക്ക് കാറിൽ പോകണം കാരണം ഇനി അത് കിറ്റുമായിട്ട് കൊണ്ടുപോകണ്ട, നേരെ അങ്ങോട്ട് വെച്ചാൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കിറ്റ് മേടിച്ചില്ല. പിന്നെ പാത്തുവിനെ അവിടെ നിർത്തിയിട്ട് അപ്പോഴത്തേക്കിനും കാറ് വാഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓപ്പോസിറ്റ് തന്നെയായിരുന്നു വാഷ് ചെയ്യാനും കൊടുത്തത്. അപ്പോൾ കാർ റെഡിയായി കിട്ടിയപ്പം അതതിനകത്തേക്ക് കൊണ്ടിട്ട് പിന്നെ ഇക്കാക്കാനെ കാത്തു നിൽപ്പായി. കാരണം ഇക്കാക്ക വന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാം റെഡി ആയി കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ബാഗ് പിന്നെ അതേപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. ബാക്കി ഇനി ബാഗ് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ ലൈഫ് സ്റ്റൈലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ വന്നതിന് ശേഷം പാത്തുവിൻ്റെ ഇത് നിങ്ങൾ കണ്ടോട്ടോ. സ്പൈഡർമാൻ വേണ്ട, നമുക്ക് യൂണിക്കോൺ എടുക്കാം.
യൂണിക്കോൺ എടുക്കാം. അത് മോട്ടുപട്ടലുന്റെ ഏതാ വേണ്ടത്? അല്ലേ ഏതെങ്കിലും ഒരെണ്ണം പറ. ഇതെടുക്കട്ടെ, ഇതെടുക്കട്ടെ അമ്മേ. ഇത് അതൊന്നും അല്ലതേ. ഇതിനകത്ത് രണ്ടിലും ഏതെങ്കിലും ഒരെണ്ണം പറ. ഏത് വേണം? ഏതാ? ഇത് മതിയോ? അത് പിന്നെ മേടിച്ചു തരാം. മേടിക്കാം. ഇത് പറഞ്ഞ ഇതിനകത്ത് ഏതാ വേണ്ടേ? യൂണിക്കോ. ഇതിനകത്ത് ഏതാ വേണ്ടേ? ഇത് വേണോ ഇത് വേണോ? ഇതുപോലെ ഉറപ്പിച്ചോ? അപ്പൊ ദേ കണ്ടില്ലേ പാത്തുവിന്റെ എക്സൈറ്റ്മെന്റ്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2 സീനുകളാണ് ഓർമ്മ വന്നത്, മൂവിയിലുള്ള സീനുകൾ. ഒന്ന് നമ്മുടെ CID മ്യൂസിയത്തിലെ ബിന്ദു പണിക്കരനെ ഇറക്കി വിടൂലേ ഇതേപോലെ കള്ളനെ പിടിക്കാൻ ചെല്ലുമ്പോൾ ഉള്ളത്, ആ ഒരിതും. രണ്ടാമത്തേത് നമ്മുടെ മണിച്ചിത്രത്താഴിൽ നാഗവല്ലി ചിലങ്കയൊക്കെ എടുത്ത് കാണിക്കുമ്പോൾ വാങ്ങാൻ മല അല്ലാത്ത മല എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ അതേപോലെ. കാരണം പുള്ളിക്കാരി അത്രയും എക്സൈറ്റ്മെൻറ്റ്. ആദ്യമായിട്ടാണ് പാത്തുവിനെ ഞാൻ ഈ ഒരു രീതിയിൽ എക്സൈറ്റ്മെൻറ്റ് കാണുന്നത്. ഇത് എനിക്കാണോ, ഇത് എൻ്റെതാണോ? അവൾ തന്നെയായിരുന്നു എല്ലാം. ഞാനായിട്ടൊന്നും എടുത്തു കൊടുക്കേണ്ടി വന്നില്ല. എല്ലാം അവൾ തന്നെ സെലക്ട് ചെയ്ത് അവൾക്ക് ഇഷ്ടപ്പെട്ടത് എല്ലാം അവൾ തന്നെ എടുക്കായിരുന്നു. ഞാനായിട്ട് പിന്നെ ഒന്നും പറയാൻ നിന്നില്ല, കാരണം അത് അവൾ കൊണ്ടുപോകുന്ന സാധനമാണ്. പക്ഷേ എനിക്ക് ആകെ ഒരു സങ്കടം വന്നതെന്ന് വെച്ചാൽ അവൾ എടുത്ത ബാഗ് എന്ന് പറയുമ്പോഴത്തേനും അതിനകത്ത് പെട്ടെന്ന് കളർ പറ്റുന്ന അല്ലെങ്കിൽ അഴുക്ക് പറ്റുന്ന രീതിക്കുള്ള ഒരു ബാഗ് അവൾ എടുത്തത്. അത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റാൻ ശ്രമിക്കണം എന്ന് എനിക്കുണ്ട്, കാരണം അതിൽ ഞാൻ തന്നെ കഴുകണമല്ലോ. അപ്പോൾ അത് കാരണം അതിലൊരു ചെറിയൊരു സങ്കടമുള്ളൂ. പക്ഷേ അത് മതിയെന്ന് പറഞ്ഞുകൊണ്ട് നിൽപ്പായിരുന്നു. അത് കാരണം ഞാൻ പിന്നെ അതെടുത്ത് കയ്യിൽ വെച്ചു, അതെങ്ങനെയെങ്കിലും ഒന്ന് മാറ്റണം. പിന്നെ ഞാൻ അവൾക്ക് ടിഫിൻ നോക്കിയായിരുന്നു. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ടിഫിൻസും ടിഫിൻ ബോക്സും ലഞ്ച് ബോക്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു കൊറിയൻ ലഞ്ച് ബോക്സ് ഉണ്ടല്ലോ അതായിരുന്നു നോക്കിയാൽ. 4 കള്ളിയുള്ളത് വേണ്ട എനിക്ക്, അപ്പം 3 കള്ളിയുള്ളത് മാത്രം മതി. 4 കള്ളിയിൽ കൊടുക്കാൻ സാധനം നമ്മൾ അത്രയും വെക്കൂല. പിന്നെ അത് മാത്രമല്ല അത് ഒരുപാട് വലുതുമാണ്. അപ്പോൾ ഇതാകുമ്പം ചെറുത് ഒതുങ്ങിയിരുന്നുള്ളൂ. അപ്പോൾ ഒരു 3 കള്ളിയുടെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് തന്നെ സ്പൂണും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒരു സ്നാക്ക് ബോക്സ് മേടിക്കണമായിരുന്നു. ഈ ഒരു സ്നാക്ക് ബോക്സ് എടുത്തു, പക്ഷേ അതെനിക്ക് ഇഷ്ടമായില്ല. കാരണം അതിന് വേറെയും ഒരു ഇതും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിന് അതൊക്കെ എടുത്തു കൊടുക്കാൻ ആളുണ്ടെങ്കിലും കുഞ്ഞിനത് പാടായിരിക്കും എന്നുള്ള നിലയ്ക്ക് ഞാൻ അതും ഒരു 2 കള്ളി വരുന്ന രീതിക്കുള്ളൊരു സ്നാക്ക് ബോക്സ് ആട്ടോ എടുത്തത്. അങ്ങനെ അത് രണ്ടും വലിയ കുഴപ്പമില്ലാതെ എടുക്കാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് ബോട്ടിലിൻ്റെ സെക്ഷനിലോട്ടോ പോയത്. ബോട്ടിലിൻ്റെ സെക്ഷൻ ചെന്നപ്പോഴും ഇതേപോലെ പുള്ളിക്കാർക്ക് ഓരോ കൺസെപ്റ്റുകളായിരുന്നു. അത് വേണ്ട ഇത് വേണ്ട. പക്ഷെ അതിനകത്ത് ഞാൻ ചെന്നപ്പോൾ തന്നെ ഈ ഒരു ബോട്ടിൽ എനിക്കിഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ എന്താ പറയുക പ്രഷർ ചെയ്തില്ല. ഞാൻ പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ എടുത്തോളാൻ പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു ഇത് മതിയോ അല്ലെങ്കിൽ ഇത് മതിയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നാൽ കുഴപ്പമില്ല ഇത് മതിയെന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ പെരുമ്പാവൂരിനെ അപേക്ഷിച്ച് കൂത്താട്ടുകുളത്തെ എല്ലാ സാധനങ്ങൾക്കും കുറച്ച് റേറ്റ് കൂടുതലാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളതാട്ടോ. പക്ഷെ എനിക്കങ്ങനെ തോന്നി കുറച്ചും കൂടെ അഫോർഡബിൾ പെരുമ്പാവൂർ പോയാലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോയി സാധനങ്ങൾ എടുക്കാൻ പറ്റാത്ത നിലയ്ക്ക് ഇവിടുന്ന് തന്നെ ഒക്കണ പോലെ സാധനങ്ങൾ എടുക്കാമെന്നാണ് കരുതിയത്. പക്ഷേ നമ്മുടെ ഞങ്ങളുടെ അവിടെ, അതായത് എൻ്റെ വീട് അവിടെയാണല്ലോ പെരുമ്പാവൂർ, അപ്പോൾ അവിടുത്തേനെ അപേക്ഷിച്ച് കുറച്ച് റേറ്റ് ഇവിടെ കൂടുതലാണ്. അങ്ങനെ ഞാൻ കുറച്ച് ബോട്ടിലൊക്കെ തപ്പി. അപ്പോൾ ആദ്യം എടുത്ത ഒരു ബോട്ടിൽ എനിക്കിഷ്ടമായി, അത് തന്നെയായിരുന്നു ഞാൻ എടുത്തത്. പക്ഷെ നമ്മൾ ആദ്യം എടുത്ത് പിടിച്ചാലും ബാക്കിയുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണമല്ലോ, ഏതൊക്കെയാണ് എങ്ങനത്തെയൊക്കെയാണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ അത് കാരണം വേറെ കുറേ ബോട്ടിൽസുകളൊക്കെ ഒന്ന് തപ്പി നോക്കിയായിരുന്നു. ഞാനത് തപ്പുന്ന സമയം കൊണ്ട് പുള്ളിക്കാരി എവിടെയോ പോയി ഒരു ടോയും പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കിത് വേണം എന്നും പറഞ്ഞുകൊണ്ട് ആ ടോയും എടുത്തുകൊണ്ട് വന്നപ്പോൾ തന്നെ എൻ്റെ കാലുവേറെ തലവേറെയൊക്കെയാണ് കൊണ്ടുവന്നത്. ഞാൻ വിചാരിച്ച് പൈസ കൊടുക്കേണ്ടി വരുന്നു, പക്ഷെ അത് അങ്ങനത്തെ ആയിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചു ഇറങ്ങി. അത് കഴിഞ്ഞ് പുള്ളിക്കാരി കിറ്റി നോക്കിയപ്പോൾ ആ ടോയ് കണ്ടില്ല. ആ ടോയ് കാണാത്തതുകൊണ്ട് അവിടെ കിടന്ന് കരച്ചിലായിരുന്നു. പിന്നെ വെറുതെ പൈസ കൊടുത്ത് മേടിച്ചു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് അവൾ തല്ലി പൊളിച്ച് കളയുള്ളൂ. അപ്പോൾ അതിന് വരെ വേറെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമെന്ന് ഞാൻ കരുതി. അതിന് വാശി പിടിച്ച് കരയണ വീഡിയോ കേട്ടോ. വീഡിയോ എടുക്കുമ്പോഴത്തേന് ആൾക്ക് എന്താണ് കളിയാക്കണ പോലെ. അത് കാരണം ഞാനും പിന്നെ അധികം പ്രൊവോക്ക് ചെയ്യാൻ നിന്നില്ല. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇനി അവളുടെ സ്കൂളിലേക്ക് വിടുന്ന വീഡിയോ ആയിട്ടൊക്കെ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.